ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമുക്കൊരു മംഗലം കല്യാണത്തിന് പോയാലോ കാസർഗോഡ് വന്നിട്ട്. അപ്പം ഈ മംഗലം എന്ന് പറഞ്ഞാൽ കല്യാണം എന്ന് കേട്ടോ. അതാണ് ഞാൻ രണ്ടെണ്ണത്തിൽ പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് അപ്പം നമ്മുടെ ഫാമിലിയിൽ കല്യാണമാണ്. അതും പെണ്ണിൻ്റെ വീട് കർണാടകത്തിലാട്ടോ ഗൈസ്. അത്രയും ട്രാവൽ ചെയ്യണം. അപ്പം നമുക്ക് ഒറ്റ ദിവസം തന്നെ കല്യാണം നടത്തി തീരാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ സൺഡേ മൺഡേ ആണ് കല്യാണം. 2 ദിവസം കല്യാണമുണ്ട്. അപ്പം നമ്മൾ കർണാടകത്തിലോട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ഷോർട്സ് കണ്ടിട്ടുണ്ടാവും. എൻ്റെയും വാപ്പിയുടെയും ഉമ്മിയുടെയും ഔട്ട്ഫിറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ കണ്ടിട്ടെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ നോക്കുന്ന നേരം കൊണ്ട് തന്നെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്ന് ഡിസ്ലൈക്കിങ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് തിരിച്ചു വരാം. അപ്പം നമ്മൾ അങ്ങോട്ട് പോവാണ്ട് ഗായ്സ്. അപ്പം നിങ്ങൾ കർണാടകത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. അപ്പം നമ്മളിങ്ങനെ പറഞ്ഞ് വരുന്നതല്ലേ ഉള്ളൂ. അതിൻ്റെ കുറച്ച് ഉണ്ടാവും. അപ്പം നിങ്ങൾ കാണുക. അപ്പോൾ ഇപ്പോൾ കാസർഗോഡും കർണാടകയിലും പറയണതെന്ന് വെച്ചാൽ മലകളും കുന്നുകളാണ് അവിടെ കൂടുതലും വരുന്നത്. അപ്പോൾ നിങ്ങൾ കാസർഗോഡും കർണാടകയിലും പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ കുന്നുകളും പാറകളൊക്കെയാണ്. അപ്പോൾ നമ്മളിങ്ങനെ വളഞ്ഞും തിരിഞ്ഞാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് വേണം പോകാൻ. കണ്ടു അവിടെ ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ പതുക്കെ വന്നെ. അപ്പോൾ നമുക്കിങ്ങനെ തിരിഞ്ഞ് പോകുമ്പോൾ അവിടെ നിന്ന് വണ്ടി വന്നെ കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇവർ പതുക്കെ പോകുന്നത്. അപ്പോൾ 5-6 മണിക്കൂർ എടുക്കും ഗോയ്സ്. അപ്പോൾ നമ്മുടെ എറണാകുളം ജില്ലയിലാണെങ്കിൽ ഏത് ജില്ലയിലാണെങ്കിലും നേരെ പോയ ഒരു 2 മണിക്കൂറിൽ ഒരു സ്ഥലം എത്തും. അങ്ങനെയാണ് സംഭവം. ഇതാണെങ്കിൽ ഒരു 5-6-7 മണിക്കൂറാണ്. ഇതിപ്പോൾ രാത്രി എത്തും എന്നുള്ള ഇതിലാണ് എല്ലാവരും ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ അവിടെ റേഞ്ചും കൂടി ഇല്ല കേട്ടോ ഗൈസ്. അവിടെ റേഞ്ച് ഇല്ല, ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനോ ഒന്നും പറ്റിയില്ല. അതിൻ്റെ തിരക്കിലായിരുന്നു. ഞാനൊന്നും എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഉമ്മച്ചി കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് വച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും തെറ്റുവാണെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ കണ്ടോ അവിടെ എന്തോരം കെട്ടിടങ്ങളാന്ന് നോക്ക്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മലയുടെ മേളിൽ കെട്ടിടങ്ങളുടെ അടുത്താണെങ്കിലോ മലകൾ, കുന്നുകൾ, എന്ത് രസം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവിടെ ഉള്ളവർക്ക് ഇത് ശീലിച്ചു എന്ന് തോന്നുന്നു കണ്ടിട്ട്. പിന്നെ മയിൽ, കാട്. പക്ഷെ ഭയങ്കര ചൂടാട്ടോ ഗൈസ്. ഒരു മഴ പോലും വന്നില്ല. എന്ത് ചൂടാണെന്നറിയോ. ചൂടെടുത്ത് മരിച്ച്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഇവിടെ കാസർഗോഡ് നിന്ന് പകുതി എത്തുമ്പോൾ നമുക്ക് മാറി ബസ് കയറണം. കർണാടക ബസ്സിൽ നിന്ന് കയറണം. അങ്ങനെയാണ് നമ്മൾ കയറിയത്. അപ്പം നമ്മൾ ഓടി കയറി സീറ്റ് പിടിക്കാനാണ്. ഇതേ കണ്ടോ പോലീസുകാരൊക്കെ അവിടെ നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ മാറി കയറണം. അപ്പം നമ്മുടെ ഇവിടെ കാസർഗോഡുകാർക്ക് കർണാടകയിൽ എവിടെയാണെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ കർണാടക ബസ്സിലാണ്, ടൂറിസ്റ്റ് ബസ്സിലാണ് കയറിയത്. അപ്പോൾ അവിടെ കുറേ പണിത് ഇങ്ങനെ പകുതിക്കിട്ട് വച്ചേക്കാട്ടോ ഗൈസ്. നമ്മുടെ പണിത് കഴിഞ്ഞാൽ പെട്ടെന്ന് പണിത് തീരും. ഇതിങ്ങനെ പകുതിക്ക് ഇട്ടിട്ട് പോയിരിക്കും. അപ്പോൾ നമ്മൾ ഏകദേശം പെണ്ണിൻ്റെ കല്യാണത്തിന് വന്നിട്ടുണ്ട്. അപ്പം നമ്മളൊരു പള്ളിയുടെ അടുത്തായിട്ടാണ് വന്നിരിക്കുന്നത്. പള്ളിയുടെ സൈഡിലാണ് നമ്മുടെ ഓഡിറ്റോറിയം വരുന്നത്. പക്ഷെ ഓഡിറ്റോറിയം വരുന്നത് പണിത് കഴിഞ്ഞിട്ടില്ല, പണിത് വരുന്നതേ ഉള്ളൂ. അപ്പം മുമ്പേ കണ്ടായിരുന്ന ഒരു ഫ്രൂട്ടില്ലേ, ആവക്കാഡോ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ, കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് അവരുടെ ഫുഡ് എന്ന് പറയുന്നത്. കർണാടകയിൽ മംഗലത്തിന് പോകുമ്പോൾ അവിടെ പൊറോട്ട, ഇടിയപ്പം, അപ്പം അവർ കൊണ്ടുവന്ന് തരും. ജ്യൂസും ഉണ്ട്. പിന്നെ അവർ സെപ്പറേറ്റ് കോഴിക്കാലും തരും കേട്ടോ. ഒരു പൊരിച്ച കോഴിക്കറി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങളെ കഴിച്ച്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അപ്പോൾ അവിടെ ഒതുങ്ങിയ റോഡ് കാരണം അവർ മാറ്റി ടൂറിസ്റ്റ് ബസ് എവിടെയോ കൊണ്ടുപോയിട്ട്, അതുകൊണ്ട് ഞങ്ങൾ അത്രയും നേരം ഞങ്ങൾ കടയിൽ പോയി ഫുഡ് കഴിച്ച്. അപ്പോൾ അത്രയും നേരം നമുക്ക് അവിടെ ചൂടെടുത്ത് സഹിക്കാനേ പറ്റുന്നില്ല ഗൈസ്. ഭയങ്കര ചൂട് തന്നെ. ഭയങ്കര ചൂട് തന്നെ. അപ്പോൾ ഞങ്ങൾ കുറച്ച് മിഠായി കഴിച്ച്, ജ്യൂസ് കുടിച്ച്, അങ്ങനെ ഞങ്ങൾ ചിലവഴിച്ചു. അങ്ങനെ ഞങ്ങൾ പോരാൻ നേരത്ത് ഞങ്ങളവിടെ കർണാടകത്തിൽ നമ്മൾ മിക്ക ബസ്സിലും, ടൂറിസ്റ്റ് ബസ്സിലും പിള്ളേർക്കായിട്ടാണ് നമ്മൾ പോണതും ഫാമിലി ടൂറിനൊക്കെ പോണത്. അപ്പോൾ എൻ്റെ ഉമ്മച്ചിക്കൊന്നും അറിയില്ലായിരിക്കും. പക്ഷേ എനിക്കും അറിയില്ല പറഞ്ഞ പോലെ തന്നെ. എന്ന് വെച്ചാൽ ബസ്സിലൊരു സംഭവം ഉണ്ടായിരുന്നു. വെച്ചാൽ കർണാടകത്തിൽ ഞങ്ങളുടെ ബസ്സിൽ
സ്മോക്കിംഗ് അടിച്ചു. ഞങ്ങൾ ഡാൻസ് കളിക്കുന്ന സമയത്ത് സ്മോക്കിംഗ് അടിച്ചപ്പോൾ ഇവർ വെച്ച് ഫയർ പിടിച്ചെന്ന്, തീ പിടിച്ചു പോയെന്ന്. അങ്ങനെ ഞാൻ എന്താ ഒരു മണമില്ല, ഒന്നുമില്ല. ഇവരെ പേടിച്ച് അങ്ങ് പോയി. ഞങ്ങളത് ചിരിച്ച് മരിക്കുകയും ചെയ്തു. അന്യായ ചിരി. എന്തിനാ കുവിയ എന്നുള്ള രീതിയിലായിരുന്നു അവരിത്. അങ്ങനെ നമ്മൾ ഡാം കണ്ടു. എന്ത് രസമല്ലേ ഡാമിനെ കാണാൻ. അപ്പം ഈ ഡാമിലെ വെള്ളമാണ് നമ്മുടെ ഇവിടെ വെള്ളമായിട്ട് നമ്മൾ കുളിക്കാനും കുടിക്കാനൊക്കെ എടുക്കുന്നത്. അതാണ് ബോറിലെ വെള്ളം എന്ന് പറയണത്. അപ്പം എന്തോരം കാണാൻ നോക്കിയേ. പക്ഷെ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ല തണുപ്പുണ്ട് കേട്ടോ ഗൈസ്, ഭയങ്കര തണുപ്പുണ്ട്. പക്ഷെ അന്നായ ചൂടും ഗൈസ്, മരമില്ലാണ്ട് രക്ഷയില്ല. പിന്നെ ജൂണിൽ ആകുമ്പോഴേക്കും മഴയൊക്കെ ഏകദേശം വരും, നല്ല മഴയായിരിക്കും. അപ്പോൾ പിന്നെ പറയും, എന്തൊരു തണുപ്പോ, തണുത്ത് വിറച്ചിട്ട് കഴിയുന്നില്ല. അപ്പം ഇതാണ് എൻ്റെ ഉമ്മയുടെയും വാപ്പിയുടെയും ഔട്ട്ഫിറ്റ് എന്ന് പറയുമ്പോൾ. ഉമ്മാനെ ഏകദേശം കാണാമല്ലേ, അൽഹംദുലില്ലാ എൻ്റെ ഉമ്മാനെ കാണണ്ടല്ലോ. അപ്പം എൻ്റെ ഉമ്മച്ചീനെയും വാപ്പിനെയും കണ്ടിട്ടൊന്ന് വിശ്വസിക്കുന്നു. ഷോർട്സിലുണ്ടായിരുന്നു. ഷോർട്സിൽ എൻ്റെ ഉമ്മച്ചിയും വാപ്പിച്ചിയും മാത്രമേ ഉള്ളൂ, എൻ്റെ ഉമ്മയില്ല. പക്ഷേ ഈ ഫോട്ടോയിൽ എൻ്റെ ഉമ്മ ഉണ്ട്. അതെന്താ ഉണ്ടല്ലോ. അപ്പോൾ ഈ ഔട്ട്ഫിറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെന്ന് ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്ത് കണ്ട അവർ ബാക്കിൽ ഇരിക്കുന്നുണ്ട്. എല്ലാവരും ഡാൻസ് കളിച്ചിങ്ങനെ രസിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇങ്ങനെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഈ കർണാടകത്തിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ, ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതേ കണ്ടോ, ടൂറിസ്റ്റ് ബസ്സിൽ ഞങ്ങൾക്ക് ലൈറ്റൊക്കെ ഇട്ടെന്നു. ഞങ്ങൾ പറയാണ്ട് തന്നെ ലൈറ്റൊക്കെ ഇട്ടെന്നു. അല്ലാത്തൊരു ലൈറ്റ് ഇട്ട് തരേ ഇല്ല രാത്രി ആവാണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ കണ്ടോ, ഇതാണ് ഞങ്ങളുടെ അവരുടെ ഔട്ട്ഫിറ്റ് ഉണ്ടോ, അതാണ് എല്ലാവരും ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. പക്ഷെ ഞങ്ങളുടെ ഔട്ട്ഫിറ്റ് ഒന്നും എടുത്തില്ല കേട്ടോ ഗൈസ്. ഞങ്ങളുടെ ഉടുപ്പാണ് ഇട്ടത്. അപ്പം ഏകദേശം എൻ്റെ വാപ്പിയും ഉമ്മച്ചിയും പിങ്ക് കളറായിരുന്നു കേട്ടോ. അപ്പം ഞാൻ മാത്രം വേറെ കളറായിരുന്നു കേട്ടോ ഗൈസ്. ഇത് കണ്ടോ, എൻ്റെ വാപ്പി അവിടെ പിങ്ക് കളറിൽ ഇരിക്കുന്നുണ്ട് ഗൈസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വാപ്പിക്കാണെങ്കിൽ ചൂടെടുത്ത് മരിച്ചു ഗൈസ്. ഇരുന്നിരുന്നാണെങ്കിൽ എനിക്ക് ചന്തി വേണ്ടിട്ടും കഴിഞ്ഞില്ല. അങ്ങനെയാണല്ലോ നിങ്ങളോട് പറയാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കട്ടെ ഗൈസ്. അടിപൊളിയാണ് ഗൈസ് അവിടുത്തെ വ്യൂ കാണാനാണ് ഏറ്റവും കൂടുതൽ നല്ല ഭംഗി എന്ന് പറയുന്നത്. അടിപൊളിയാണ് വ്യൂ കാണാൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ വ്യൂ ഒക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഈ നിരന്നിരിക്കുന്ന മലകൾ കണ്ടപ്പോൾ എനിക്ക് കാർട്ടൂണിലെ കൊച്ചി TV-യിലെ ലില്ലിനെ ആണെങ്കിൽ ഓർമ്മ വന്നത്. അതായത് ലില്ലി ആടിനെ മേയ്ക്കാൻ പോകുമ്പോഴുള്ള മറ്റേ പീറ്ററിൻ്റെ ആടിനെ മേയ്ക്കാൻ പോകുള്ള ഇതാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുപോലത്തെയാണ് ശരിക്കും മല എന്ന് പറയുന്നത്. കണ്ടോ, നിങ്ങൾ കണ്ടോ, അതേപോലെയാണ് ഇരിക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവിടെ പോയി കഴിഞ്ഞാൽ കാടില്ലാണ്ട് വേറൊന്നും കിട്ടില്ല, കാടിപ്പെട്ടു. അതാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ അവിടെ കണ്ടോ, നല്ല രസമില്ലേ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവിടെ എത്തിക്കഴിഞ്ഞാൽ കാട മാത്രമേ ഉണ്ടാവുള്ളൂ, നടക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു. മലയുടെ മേളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കാണാൻ പറ്റും ഗൈസ്. അതാണ് നമ്മുടെ ഇതാണ്. അപ്പം നിങ്ങൾ കർണാടക ഭാഷയിൽ എഴുതിയേക്കണ ഇത് കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾ കാണുക, നല്ല ആസ്വദിക്കുക. അപ്പം ഞാൻ ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്, പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ക്ഷീണം കൊണ്ടിട്ട് കഴിച്ചു. 2 ദിവസം കല്യാണം, എൻ്റെ പൊന്നോ, അത് വല്ലാത്തൊരു കല്യാണം തന്നെ. അപ്പോൾ നമ്മൾ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെയാണ് പോണത്. ഞങ്ങൾക്കാണെങ്കിൽ ചൂടെടുത്ത് മരിക്കുന്നു. പിന്നെ ചില ടൂറിസ്റ്റ് ബസ്സിൽ AC ഉണ്ടാവും, ഗ്ലാസ് എടുക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ തണുപ്പുണ്ടാവും. അപ്പോൾ അവർ അങ്ങനെയൊന്നും ഇട്ടിട്ടുണ്ടായില്ല. എല്ലാവരും ഗ്ലാസ് തുറന്നിട്ടുണ്ടായി, അതുകൊണ്ട് അവർ ഇട്ടില്ലായിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് ഗ്ലാസ് തുറന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ വ്യൂ എടുക്കാനും പറ്റി. അടിപൊളിയല്ലേ. കാസർഗോഡും കർണാടകയും ഒന്ന് തന്നെ, ഡിഫറൻസ് ഒന്നുമില്ല. അത് തന്നെ വളയാ തിരിയാ മല കുന്ന് ഈ ഡോറാബുജിൽ പല കുന്ന്. അപ്പം ഇത്രയും വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.